അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്തോഷത്തോടെ അറക്കൽ തറവാട്ടിൽ അതാ ഇന്ന് നല്ലൊരു മഹനീയ ദിനമാണ്. അതായത് വല്ലാത്ത സന്തോഷമുണ്ട് ഇന്ന്. കാരണം സഫീർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അതുമാത്രമല്ല, അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു. അതുമല്ല, ജസീറിനെ, അതായത് നമ്മുടെ ഹാദിയെ ഉപദ്രവിച്ച സഫീറിനെ പെട്ടെന്ന് കൊടുക്കുവാനും അതുപോലെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വേഗം നിയമം പുറപ്പെടുവിച്ച നമ്മുടെ റിസ്വാന വക്കീൽ, ആ വക്കീലിനെ പ്രത്യേകം ഒന്ന് സ്വീകരിക്കണം എന്നായിരുന്നു ഉപ്പയ്ക്ക് ആഗ്രഹം. അങ്ങനെ അവരെല്ലാവരും കൂടിയ സമയത്ത് അതാ റിസ്വാന വക്കീലിനെ വിളിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മോനെ ആഷി, മോനൊന്ന് വിളിക്ക്. അതെ, നമ്മളുടെ കൂട്ടത്തിലൊന്ന് കൂടാലോ വക്കീലിനെ. നമ്മളെ രക്ഷിച്ച, നമുക്ക് വേണ്ടി, അതെ സത്യത്തിന് വേണ്ടി വാദിച്ച ആ ഒരു വക്കീലിനെ ഒന്ന് കാണണം മോനെ. എന്ത് പാരിതോഷികവും കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ ഒരു നിമിഷം സഫീർ അത് കേട്ട് ഞെട്ടി. റബ്ബേ, അല്ലാ, അതെ ഞാൻ റിസ്വാന വക്കീൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിലേക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പോഴത് നേരിട്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പോകുന്നു. സത്യം പറഞ്ഞാൽ സഫീറിൻ്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. അതെ, മനസ്സ് സന്തോഷത്തിലേക്ക് വന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഇപ്പോഴും ഉണ്ട്. അത് എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ജസീർ, അവൻ ഇനിയും ഒരു പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാലും അവനത് സഹിക്കില്ല. അല്ലാ, അറിയില്ല പഠിച്ചവനെ എന്തായി തീരും. മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ടെൻഷനുള്ള സമയത്താണ് ഇങ്ങനെയൊരു സൽക്കാരം വിരുന്ന് അറക്കൽ തറവാട്ടിൽ ഒരുങ്ങുന്നത്. ഹാദിയ വീൽ ചെയറിലാണെങ്കിലും അവളുടെ മുഖത്തും മനസ്സിലും വല്ലാത്ത സന്തോഷമായിരുന്നു. എന്നാൽ ഒരു ഭാഗത്ത് ആഷി ഉസ്താദും ഉണ്ട്. അത് ഫാമിലി ഉണ്ട്. അത് തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ഒരു മധുര പലഹാരങ്ങളിൽ നിന്നാണ് ഈ ഒരു വലിയ സൽക്കാരം ഉടലെടുത്തത്. അതിൽ തന്നെ പ്രിയപ്പെട്ട ഉസ്താദുമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി അത് ശരിക്കും നമ്മുടെ വക്കീൽ സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു തന്ന നമ്മുടെ റിസ്വാന വക്കീലിനെയാണ് വിളിക്കുന്നത്. അറക്കൽ തറവാട്ടുകാർക്ക് അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാഴ്ചയായി. അതെ പഠിച്ചോനെ. എന്നാൽ ഹാദിയക്കും വല്ലാത്ത സന്തോഷം. അവൾ മുറ്റത്തുകൂടെ അതാ വീൽ ചെയറിൽ തള്ളി നടക്കുമ്പോൾ ഒരു നിമിഷം ആഷി ഉസ്താദ് അത് നോക്കി നിന്നു. പാവം പെണ്ണ്, ഒന്നുമില്ലാത്ത പെണ്ണായിരുന്നു. അത് റാഹത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു എല്ലാം. ആദ്യം കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് തങ്ങൾക്ക് മാറി. സത്യം പറഞ്ഞാൽ എന്നെ കാല് പിടിച്ച് കരഞ്ഞ പോലെയായി. അതെ, അന്ന് മുതലാണ് എനിക്ക് ഹാദിയയോട് ചെറിയൊരു ക്രഷ് തോന്നിയത്. എന്താ അറിയില്ല, ഹാദിയെ കാണുമ്പോൾ മനസ്സിനുള്ളിലെ ഒരു സമാധാനം തോന്നി. അതെ, ഹാദിയ ഓളെക്കുറിച്ച് പറയുകയാണെങ്കിലേ എൻ്റെ റബ്ബേ, മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിക്കൂടി എന്ന് തന്നെ. അല്ലാതെ എന്താ, വേറുമല്ല, ഒന്നുമല്ല. ഞാൻ പഠിക്കാൻ പോകുമ്പോഴും മനസ്സിൽ ഓളുണ്ടായിരുന്നു. പക്ഷേ ഓളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വല്ലാതെ വിഷമമുണ്ടാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു, അതെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഓൾക്ക് നല്ല ജീവിതം കിട്ടുക എന്നുള്ളത്. എന്നാൽ നിരാശയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം മനസ്സ് വല്ലാതെ വേദനിച്ചു. എനിക്ക് തോന്നി, ഹാദിയ എന്നോട് പൊറുക്കണം മോളെ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ തറവാടും നിങ്ങളെ തറവാടും കൂട്ടി വെച്ച് നോക്കുമ്പോഴേ ഒരിക്കൽ പോലും നിങ്ങളുടെ തറവാടിൻ്റെ അത്ര സ്വത്തും സമ്പത്തും ഒന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളൊരു ചെറിയ ഇടത്തരം ടീമല്ലേ. അതുകൊണ്ട് തന്നെ ഹാദിയ, നിങ്ങൾ വലിയ ടീം ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെ സൗകര്യമൊന്നും ഞങ്ങളെ വീട്ടിലുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് ഇൻഷാ അല്ലാ വീടൊക്കെ ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ടൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ, അതിനൊക്കെ എത്ര ടൈം പിടിക്കും. എന്നാൽ അതിനിടയ്ക്ക് കേട്ട വാർത്ത അത് ശരിക്കും അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഹാദിയുടെ ജീവിതത്തിൽ സമാധാനമില്ല. അവളുടെ ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല. അതെ, ഭർത്താവ് അവളെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത്ര വിവാഹം കഴിച്ചത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, അല്ലാ, ഒരിക്കലും കഷ്ടപ്പെടുത്തരുത് അല്ലാ. എന്നാൽ അതിനിടക്ക് പലതും സംഭവിച്ചു കഴിഞ്ഞു. ആഷി ഉസ്താദിന് തോന്നിപ്പോയി എൻ്റെ കാരണം കൊണ്ടാണ് ഒക്കെ സംഭവിച്ചത്. അന്ന് അവളുടെ പിതാവ് വന്ന് വിവാഹം അന്വേഷിച്ചപ്പോൾ അത് ഞാൻ കരുതി, റബ്ബേ, ഞങ്ങളെ വീട്ടിലേക്കൊക്കെ എങ്ങനെ
എന്ന് കരുതിയിട്ട് റബ്ബേ ഞാൻ പഠിക്കണ കാര്യം പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴേക്കും സാറല്ല ഹാദിയ, അതെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വന്ന് പുഞ്ചിരിക്കുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും ആഷി ഉസ്താദിന് വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത്. നേരെ അത് ആഷി ഉസ്താദ് അവളുടെ അരികിലേക്ക് ചെല്ലുന്നു. ഹാദി, ഞാൻ തള്ളണോ? ഏയ് വേണ്ട ഉസ്താദേ, അതൊന്നും വേണ്ട. പിന്നെന്താ, എനിക്ക് കുഴപ്പമില്ലടി. സത്യം പറഞ്ഞാൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ഹാദിയെ കാണുമ്പോഴേ ശരിക്കും മനസ്സിന് വല്ലാത്തൊരു വിഷമാണ്, വേദനയാണ്. ആ പിന്നെ അല്ല, നമ്മുടെ വക്കീലിപ്പോൾ വരും, ദാ ഇപ്പോൾ വരും. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ വലിയൊരു കാറ് ഗേറ്റ് കടന്ന് അങ്ങോട്ട് കടന്നു വരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. അതിൽ നിന്ന് അതാ നമ്മുടെ റിസ്വാൻ വക്കീൽ ഇറങ്ങുന്നു. മാഷാ അല്ലാ, ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് വന്നതാണ്. കൂടെ വേറെ ഡ്രൈവറും കാര്യങ്ങളൊന്നുമില്ല. സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന റിസ്വാൻ വക്കീൽ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എല്ലാവരും അവളുടെ ആ ഒരു നടപ്പും ആ ഒരു സംസാര ശൈലിയും എല്ലാം നോക്കി നിന്ന് പോയി. അതെ, വക്കീൽ സത്യസന്ധമായി വക്കീലെ, അതാണ് ആവശ്യം. ഉസ്താദുമാരും ഒക്കെ റിസ്വാൻ വക്കീൽ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മതിപ്പാണ്. കാരണം അവൾ സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കും. ഒരിക്കൽ പോലും ആര് കളവ് പറയുകയാണെങ്കിലും ആ ഒരു കേസിൻ്റെ കാര്യത്തിൽ അവൾ ഇടപെടില്ല. ആദ്യമേ ചോദിക്കും, നിങ്ങൾ അന്വേഷിച്ച കാര്യങ്ങളും ചെയ്ത കാര്യം അതൊക്കെ ശരിയാണോ, അതിനെന്താണ് തെളിവ് എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ അവർ കേസ് വാദിക്കാനൊക്കെ നിൽക്കുള്ളൂ. ഇൻഷാ അല്ലാ ജഡ്ജി ആവണം, അതാണ് താല്പര്യം. അതിനുവേണ്ടി അവൾ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും വക്കീൽ കടന്നു വരുമ്പോഴേ ശരിക്കും എന്തെന്നറിയില്ല, എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ മുഖത്തേക്കായിരുന്നു. മാഷാ അല്ലാ, സ്നേഹത്തോടെ അവളുടെ ഉമ്മയും ഒക്കെ അവരെ സ്വീകരിച്ചു. അതെ, നമ്മുടെ ആഷി ഉസ്താദിൻ്റെ ഉമ്മയും പെങ്ങളും അതുപോലെ അവരുടെ ഫാമിലിയിൽപ്പെട്ടവരും എല്ലാവരും നല്ല രീതിയിൽ അതാ അവളെ വിളിച്ചു സ്വീകരിച്ചിരുത്തി. റിസ്വാന വക്കീൽ അവിടെ മാകെ ഒന്ന് കണ്ണോടിച്ചു. ഹാദിയ മോളെ, ഇതാണല്ലേ വീട്? അതെ. മാഷാ അല്ലാ, എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഇനി ആ ഒരു പ്രതിയെ കൂടി കിട്ടിയാൽ സമാധാനമായിട്ടോ. മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. പെട്ടെന്നാണ് സഫീർ അവളെ ശ്രദ്ധിച്ചത്. സഫീറിൻ്റെ വെള്ളാരം കണ്ണുകൾ കൊണ്ട് അവൾ നോക്കുന്നൊന്നും അവൾ കണ്ടില്ല. ഹാദിയുമായിട്ടും ഐഷുവുമായിട്ടൊക്കെ നല്ല സംസാരത്തിലായിരുന്നു അവർ. എന്നാൽ സത്യം പറഞ്ഞാൽ റിസ്വാന വക്കീൽ പെട്ടെന്ന് സഫീറിൻ്റെ അടുത്തേക്ക്. സഫീർ, എന്തൊക്കെയാ സഫീറേ നടക്കുന്നത്? ഈ ലോകത്ത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? സഫീറിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന റിസ്വാന വക്കീൽ. അത് ശരിക്കും സഫീറിൻ്റെ നെഞ്ചിലാണ് ആ ഒരു നോട്ടം കൊണ്ടത്. ഒരു നിമിഷം അവൻ നെഞ്ചിൽ കൈവച്ചു. അല്ലാ, അല്ല എന്ത് സഫീർ ഒന്നും പറയാത്തത്? ഈ ലോകത്തുനിന്നല്ലേ? അത് വക്കീലെ. ഏയ് വക്കീലെ ഒന്നും വിളിക്കണ്ട, ഒരു പെങ്ങളെ പോലെ കണ്ടാൽ മതി. പെങ്ങളെ പോലെ? അത് അത് എന്താ, പെങ്ങളെ പോലെ കാണാൻ കഴിയില്ലേ? ആ പിന്നെ എന്തൊക്കെ തന്നെയല്ലോ എൻ്റെ ആശ്വാസത പറഞ്ഞാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ കേസ് വാദിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തി. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. പിന്നെ ഈ രൂപത്തിൽ കുട്ടി ആക്കിയവരൊക്കെ അതിനുള്ള നടപടികളൊക്കെ കൊടുത്തിരിക്കും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ കുറ്റവാളി ഒളിവിലാണ്. എന്താ സഫീർ, എന്താ അഭിപ്രായം? സ്വന്തം അനിയനല്ലേ ജസീർ എന്ന പേരുള്ള ആളിന് ആദ്യമേ ക്രിമിനൽ സ്വഭാവം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് അങ്ങനെയല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അതിനെന്താ, പറഞ്ഞോളൂ. അങ്ങനെ അതാ വക്കീലിനോട് സഫീർ കാര്യങ്ങൾ പറയുന്നു. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ ജോലിക്കാർ 2-3 പേരൊക്കെ ഉണ്ടാകും, അടുക്കള ജോലിക്ക് തന്നെ. അതിൽ ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു. ആ ഇത്താത്തയുടെ മോളും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പാവങ്ങളാണ്. അപ്പോൾ ഇത്താത്തയും മോളെ തനിച്ചിരണ്ടെന്ന് കരുതിയിട്ട്, ചുരുക്കി പറഞ്ഞ മോൾ അവിടെ നിന്ന് തന്നെ വളർന്നു തന്നെ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സുന്ദരിയായി വന്നു തുടങ്ങി. എന്നാൽ അന്ന് മുതൽ തന്നെ എൻ്റെ ജ്യേഷ്ഠന് അവളോടൊരു പ്രേമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കണം, എനിക്കറിയില്ല കറക്റ്റ്. ഞങ്ങൾ വീട്ടിൽ വേലക്കാരിയുടെ മകളുമായി പ്രണയത്തിലാവുകയായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ. എന്നാൽ അതിനിടയിൽ അവരങ്ങ് മതിമറന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ആണും പെണ്ണും ഒത്തുകഴിഞ്ഞാൽ പല തെറ്റുകളും വന്നു ചേരുമല്ലോ. അത് അവർക്കിടയിൽ പല ബന്ധങ്ങളുണ്ടായി. ഒടുവിൽ ആ പെണ്ണ് ഗർഭിണിയായി. ശരിക്കും റിസ്വാന വക്കീൽ ഞെട്ടിയിൽ.
എന്ത് എന്ത് പറഞ്ഞത്? ആ അതെ, അതിനുശേഷം ഗർഭിണിയായ ആ ഒരു കുഞ്ഞിനെയും ആ ഉമ്മയെയും എല്ലാം കൂടെ പിന്നെ ഞങ്ങളൊരു ദിവസം സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ കാണുന്നില്ല. ഉമ്മ പറഞ്ഞത് അവരെങ്ങോട്ടോ പോയിട്ടുണ്ടാവുന്നൊക്കെ. എന്തൊക്കെ തന്നെയായാലും ദൃശ്യങ്ങൾ അത് കാണാനുള്ള വഴികളൊക്കെ ഇപ്പം ഉണ്ടല്ലോ. ആ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ അവളെയും അവളുടെ ഉമ്മയെയും ഒന്നും കാണുന്നില്ല. ഗർഭിണിയാണ് അവൾ. പക്ഷേ എന്നും വരുന്ന സമയമായിട്ടും അവിടെ കാണുന്നില്ല. ഇനി അവരെ വീട്ടിലേക്ക് പോയി എന്നോ കരുതിയിട്ട് അവൻ വെയിറ്റ് ചെയ്തിരുന്നു. അതെ, താൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിപ്പോൾ വരും ഉമ്മയെ ഹെൽപ്പ് ചെയ്യാൻ. പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് അതെ, അവളെ ഒറ്റയ്ക്ക് കാണുമ്പോഴും അതുപോലെ അവൾ വീട് ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം അവൾ തടുത്ത് നിർത്തി ചോദിക്കും, എന്താ എൻ്റെ കൂടെ പോകുന്നോണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കട്ടെ. അല്ല, നിങ്ങളൊക്കെ ഉയർന്ന ആളുകളല്ലേ, ഞങ്ങൾക്ക് പാവങ്ങൾ നിങ്ങളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിഗതികൾ? എന്നാൽ അതിനിടയ്ക്ക് പലതും അവിടെ നടന്നു കഴിഞ്ഞു, പല ബന്ധങ്ങളും. അതിനിടയിൽ അവൾ ഗർഭിണിയുമായി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവരെ കാണുന്നില്ല. ശരിക്കും അവളെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അടുക്കളയുടെ ഭാഗത്തേക്ക് വന്നിരുന്ന അവളൊന്നും മുന്നോട്ട് വന്നില്ല. ഫുഡെല്ലാം ഉമ്മ തന്നെയാണ് കൊണ്ടുവെക്കുന്നത്. അല്ലുമ്മ എവിടെ? ഓ, ഈ പിന്നെ ഓളെ ചോദിക്കൊള്ളല്ലോ അല്ലേ? ഉമ്മ അവളെവിടെ? ഏ ആര്? അത് നമ്മളെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്നത്. ഓഹോ, അവളും അവളുടെ ഉമ്മയൊക്കെ ഓലെ പാട്ടിന് പോയി. നമ്മളെവിടെ പോലും നിന്നിട്ട് എന്ത് കിട്ടാനാ? ഉമ്മ ഇല്ലുമ്മ, അങ്ങനെ ഒരു പോവില്ല, ഒരു കാരണമില്ലാതെ. എന്താണ് നീ എന്നോട് പറയണത്? വേറൊന്നും പറയാനല്ലേ നിനക്ക്? അന്നും ഒരുപാട് ജ്യേഷ്ഠന് ചൂടായതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും വക്കീൽ ഞെട്ടി. ഓഹോ, അപ്പോൾ അങ്ങനെ പലതും അതും അവിടെ നടന്നിട്ടുണ്ടല്ലേ? എന്തൊക്കെ തന്നെയാലും സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ റിസ്വാന ചെയ്തിരിക്കും, ഇൻഷാ അല്ലാ. വക്കീലിൻ്റെ ആ വാക്കുകൾ വളരെയധികം ദൃഢമായിരുന്നു. ശരിക്കും സഫീറിന് അത് വല്ലാത്തൊരു ധൈര്യവും ബലവും വച്ചതുപോലെ തോന്നി. തൻ്റെ കൂടെ തന്നെ സംരക്ഷിക്കാൻ ആരൊക്കെയുണ്ട് എന്നൊരു തോന്നൽ. സഫീർ, നീ ഭയപ്പെടേണ്ട. ഒരുപാട് ചുരുളഴിയാത്ത രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം. ആ പിന്നെ ഇനിയെന്നാ തിരിച്ചു പോക്ക്? ഞാൻ ഇൻഷല്ല ആശു പോകുമ്പോൾ. ഓ, എന്തൊക്കെ തന്നെയാലും വലിയ പണ്ഡിതനാവുമല്ലോ അല്ലേ? അവളുടെ ആ ഒരു ചോദ്യം കേട്ട് അവൻ ഒരു നിമിഷം, അങ്ങനെയൊന്നല്ല, 5 വക്ത് നിസ്കരിക്കണം, അതൊക്കെ നിർബന്ധമാണ്. എന്തൊക്കെ തന്നെയാലും അതാ അവിടെ എല്ലാവരും കൂടെ നല്ല സന്തോഷത്തിൽ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള വിഷയം ജസീർ തന്നെയാണ്. എന്നാൽ റിസ്വാൻ വക്കീൽ അതാ സംസാരിക്കുവാൻ വന്നപ്പോൾ ശരിക്കും നമ്മുടെ സഫീറിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, എന്തെന്നില്ലാത്ത, ശരിക്കും വക്കീലിൻ്റെ മുഖത്തേക്ക് നോക്കാനൊന്നും കഴിയണില്ല. എങ്കിലും തനിക്ക് അവരോട് വല്ലാത്തൊരു ബഹുമാനമുള്ളതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ വക്കീലേ, അത് പിന്നെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ ജയിലിലായിരിക്കും അല്ലേ? എന്തായാലും പോതിക്കൊരു വട്ടം കിടന്നും ചെയ്തില്ലേ? എന്തായാലും അൽഹംദുലില്ലാ, എല്ലാം റാഹത്തിലാകട്ടെ. അങ്ങനെ അർക്കൽ തറവാട്ടിലെ ഫംഗ്ഷനിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേർന്നു. ഹാദിയെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു ഉസ്താദുമാരും വിചാരിച്ചിരുന്നത്. ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും ഒന്ന് പോയി വരട്ടെ എന്നും പറഞ്ഞു. വിദേശത്ത് പഠിക്കുന്നുമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും അതാ ഒരുമിച്ച് കൂടുന്ന ആ ഒരു രംഗം ഒരു പക്ഷേ അവനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അവളതാ ഉപ്പയോട് പറയുന്നു. അതെ വക്കീൽ ഉപ്പ, പിന്നെ എല്ലായ്പ്പോഴും എല്ലാവരും ഉണ്ടാകണമെന്നില്ല, ഏത് നിമിഷം എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ആരെങ്കിലും നിർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. പൊന്നു മോനെ, ഇനിയും എൻ്റെ മോൾക്ക് ഉപദ്രവം ഉണ്ടാവോ? ഹേയ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ രാത്രി എന്തൊക്കെ തന്നെയാണെങ്കിലും എപ്പോഴും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരാളെ നിർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അവനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് അഴി എണ്ണേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൂട്ടി വെച്ചിട്ടുള്ളത്. ജസീറിനെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവരെയും പോലീസ് നല്ല രീതിയിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും വൈകാതെ അതാ പൂട്ട് വീഴണം സഫീറിൻ്റെ കൈകളിലും. അവനും ഒന്ന് അഴിയെണ്ണണം. സ്വന്തം അനിയനെ ഒറ്റുകൊടുത്ത അവൻ, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത അനിയനെ ആ രീതിയിലെല്ലാം കാട്ടിക്കൂട്ടിയിട്ട്
അവൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്തൊക്കെ തന്നെയോ നമ്മുടെ റിസ്വാൻ വക്കീൽ സത്യസന്ധമായി കേസുകൾ വരുന്നത് കൊണ്ട് തന്നെ പല ദിവസങ്ങളും ലീവാക്കാറാണ് പതിവ്. പെട്ടെന്ന് അതാ അവൾ സഫീറിനോട് ചോദിക്കുന്നു, അല്ല സഫീർ, എവിടെയാണ് വീട്? അത് വീട് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ പേരൊന്നുമില്ലേ? പുളിക്കൽ തറവാട്. ഓ, കേട്ടിട്ടുണ്ട്, വലിയ തറവാടികളാണല്ലേ. സഫീർ ഒന്നും പറയാതെ ഒന്നടുവീർപ്പെട്ടു. റബ്ബേ, എന്ത് ചെയ്തിട്ടും എന്താ, എനിക്കുള്ളത് ഇതല്ലേ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ ശരിക്കും ചോദിച്ചു, അല്ല എന്തു പറ്റി? പറയാൻ എന്തത്ര മടി? ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അവനില്ലേ എന്ന് തലയാട്ടി. അത് വക്കീലേ, ഞാൻ എന്ത് ഹെൽപ്പ്, നിങ്ങൾ എൻ്റെ കേസ് ജയിച്ചാലേ നിങ്ങൾക്ക് എന്ത് പാരിതോഷികങ്ങളും എന്നോട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ എന്താ തരേണ്ടത്? അല്ല, നല്ലത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇറങ്ങാറേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇതെൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് വന്നു എന്ന് മാത്രം. എന്നിട്ട് ഞാൻ ക്യാഷ് വാങ്ങേ. എൻ്റെ റബ്ബേ. എന്നാൽ സഫീറിന് വല്ലാത്ത വിഷമം. കാരണം ഇത്രയധികം കേസ് പുഷ്പം പോലെ അതില്ലാതാക്കി കഴിഞ്ഞാൽ റിസ്വാന വക്കീൽ. ശരിക്കും പറഞ്ഞാൽ അവളുടെ ആ മുഖം, അതായിരുന്നു അവൻ്റെ ചിന്തകൾ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.